ഞാനിപ്പം ഞങ്ങളുടെ ചെറുപ്പക്കാരോടൊക്കെ പറയാറുണ്ട്, എൻ്റെ പൊന്നുമക്കളെ, നാം 2 നമുക്ക് 5. അവരത് പറയത്തില്ല. അവർ നാം 2 പറഞ്ഞിട്ട് മിണ്ടാതിരിക്കും. നമുക്ക് 5 നിങ്ങൾ എന്ത് പറയത്തില്ല. ഒരു 5 മക്കളൊന്നും ഇല്ലാതെ ക്രൈസ്തവ സമൂഹം കേരളത്തിൽ നിലനിൽക്കുമെന്ന് നിങ്ങളാരും ചിന്തിച്ചേക്കരുത് കേട്ടോ. നമ്മുടെ പിള്ളേർക്ക് വലിയ സാമ്പത്തികമായി സുസ്ഥിരതയുണ്ടാവണം, അവർക്ക് ഒരു കുഴപ്പം ഉണ്ടാകരുതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കര കണക്കൂട്ടലുകളെല്ലാം നടത്തി കുഞ്ഞുങ്ങളെയൊക്കെ ജനിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇപ്പം എന്ത് ചെയ്യേ? ഇപ്പം സമാജംകാരെല്ലാം വീട്ടിൽ പത്രവും വായിച്ചിരിപ്പുണ്ട്. രാവിലെ പത്രം നേരെ പിടിച്ച് വായിക്കും, ഉച്ച കഴിയുമ്പം തല തിരിച്ച് പിടിച്ച് വായിക്കും. കാരണം ഇഷ്ടം പോലെ സമയം വെറുതെ ഇരിക്കുകയാണ്, ബോറടി. പിന്നെ കെട്ടിയവൻ്റെ മുഖവും കാണണ്ട ഈ പത്രം ഇങ്ങനെ പിടിക്കുമ്പം. അത് ഭയങ്കര ബോറായതുകൊണ്ട്. അപ്പോൾ വായനയോട് വായന. ആരാണ്ട് പറഞ്ഞ പോലെ പലരും എഴുത്തമ്മമാരായെന്ന്. എഴുത്താണ്, തല ഉയർത്തുന്നില്ല. കാരണം മടുപ്പാണ്, പരിപാടിയൊന്നുമില്ല, വീട്ടിൽ ഇരിക്കുക. അതാണ് നമ്മുടെ ഒരു നമ്മൾ തന്നെ സ്വയം കുഴി കുഴിച്ചുകൊണ്ട്, അതിന് വേറെ ആരെയും കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ തന്നെയാണ് നമ്മുടെ കുഴി കുഴിച്ച് ഈ പോക്ക് പോയാൽ ജനസംഖ്യയെല്ലാം കുറഞ്ഞ് രാഷ്ട്രീയക്കാരൊന്നും നമ്മളെ മൈൻഡ് ചെയ്യാത്ത ഒരു കാലം വരും. കാരണം അവർക്ക് വോട്ടുള്ളവൻ്റെ പിന്നാലെ അവർ പോകും, അവരെ നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്ത വേണം. എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനിക്ക് പിള്ളേർ കുറഞ്ഞു പോയെന്ന് ഞാൻ പറയാം. വളർത്താൻ ധൈര്യമില്ലാണ്ട് പോയി അത്ര. എൻ്റെ അപ്പനും അമ്മയ്ക്ക് 7 മക്കളുണ്ടായിരുന്നു, 7ാമനാണ് ഞാൻ. നിങ്ങളുടെ ടൈപ്പ് വല്ലോ മാതാപിതാക്കളായിരുന്നെങ്കിൽ ഞങ്ങളുടെ 4 പേരുടെ കാര്യം ഭയങ്കര തൃശങ്കുയിലായിപ്പോയാൻ അല്ലേ. 7ാമനെക്കുറിച്ച് ചിന്തിക്കുക പോലും ഇല്ല. അപ്പോൾ ആരാണ്ട് പറഞ്ഞു, ഞങ്ങളുടെ സഭ രക്ഷപ്പെട്ടേനെന്ന്. 7ാമൻ ജനിക്കാതിരുന്നിരുന്നെങ്കിൽ സഭ രക്ഷപ്പെട്ടേനെ. കാരണം അപ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ധൈര്യമാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ കാരണവന്മാർക്ക് 12 മക്കളും 16 മക്കളും ഒക്കെ ഉണ്ടായത് വലിയ സാമ്പത്തിക സുരക്ഷിതത്വവും അവർക്ക് പഠിക്കാനായിട്ട് വലിയ AC, എയർ കണ്ടീഷൻ സ്കൂളും ഒന്നും ഉണ്ടായിട്ടൊന്നും അല്ല. അവർക്ക് ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളൊരു വലിയ വിശ്വാസം ഉണ്ടായിരുന്നു, പിന്നെ നല്ല ധൈര്യം ഉണ്ടായിരുന്നു. വരുന്നിടത്ത് വെച്ച് കാണാം, അത്ര തന്നെ.